സുഹൃത്തുക്കളെ, മനസ്സമാധാനം എന്നത് ഒരു വ്യക്തിക്ക് അവരുടെ മനസ്സിലെ എല്ലാ അസ്വസ്ഥതകളും ആശയക്കുഴപ്പങ്ങളും സങ്കടങ്ങളും ദുരിതങ്ങളും അകറ്റാൻ കഴിയുമെന്ന തിരിച്ചറിവാണ്. നമുക്ക് മനസ്സിനെ നിയന്ത്രിക്കാം. മനസ്സിനെ നിയന്ത്രണത്തിലാക്കി ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കാം. എല്ലാം മനസ്സിന്റെ കളികളാണ്. നമ്മുടെ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. അത് നമ്മെ നിയന്ത്രിക്കുന്നു. തൽഫലമായി ജീവിതത്തിൽ നാം പുറകോട്ടാകുന്നു. എന്നാൽ ഒരിക്കൽ നമ്മൾ മനസ്സിനെ കീഴടക്കിയാൽ ഈ കളി മുഴുവൻ മാറിമറിയും. അപ്പോൾ മനസ്സ് പുറകോട്ടല്ല, മനസ്സ് നമ്മുടെ നിയന്ത്രണത്തിൽ വരും. അപ്പോൾ നമുക്കിഷ്ടമുള്ളതുപോലെ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കും. സുഹൃത്തുക്കളെ, നിങ്ങളുടെ മനസ്സിനെ എങ്ങനെ നിയന്ത്രിക്കാമെന്നും നിങ്ങളുടെ മനസ്സുപയോഗിച്ച് എങ്ങനെ വിജയിക്കാമെന്നും മനസ്സിലാക്കാൻ സഹായിക്കുന്നൊരു കഥ ഞാനിന്ന് നിങ്ങളോട് പറയാം. ഒരിക്കലൊരു സെൻഗുരു തൻ്റെ ശിഷ്യന്മാരോടൊപ്പം ആശ്രമത്തിന് പുറത്തിരിക്കുകയായിരുന്നു. മനസ്സിനെ എങ്ങനെ നിയന്ത്രിക്കാമെന്ന് അദ്ദേഹം അവരെ പഠിപ്പിക്കുകയായിരുന്നു. ആ സമയത്ത് പെട്ടെന്നൊരു യുവാവ് പ്രത്യക്ഷപ്പെട്ട് സെൻഗുരുവിനെ വണങ്ങിക്കൊണ്ട് സ്വയം പരിചയപ്പെടുത്തി. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഗുരുദേവ, ഞാൻ അയൽരാജ്യക്കാരനാണ്. എനിക്കൊന്നിനും കുറവില്ല. എനിക്ക് വേണ്ടതെല്ലാമുണ്ട്. എന്നാൽ എനിക്ക് സമാധാനമില്ല. തൽഫലമായി എൻ്റെ സന്തോഷം അപ്രത്യക്ഷമായി. എൻ്റെ മനസ്സിൽ എപ്പോഴും ചില ചിന്തകൾ ഓടുന്നു. അതെന്നെ അസ്വസ്ഥമാക്കുന്നു. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാലും ഗുരുദേവ. സെൻഗുരു ആ യുവാവിനോട് പറഞ്ഞു, ഇത് നിന്റെ മനസ്സാണ്. അതെങ്ങനെ നിയന്ത്രിക്കണമെന്ന് നീ തീരുമാനിക്കണം. എല്ലാം ശ്രമിച്ചെങ്കിലും വിജയിക്കാനായില്ല. ഒരു പരിഹാരവും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിനാലാണ് ഞാൻ താങ്കളുടെ അടുക്കൽ വന്നത്. യുവാവ് മറുപടി പറഞ്ഞു. അദ്ദേഹം അല്പനേരം ആലോചിച്ച് ആ യുവാവിനോട് പറഞ്ഞു, 5 ശീലങ്ങൾ ഉപേക്ഷിക്കാൻ നീ തയ്യാറാണോ? എന്റെ ആ ഉപദേശം പാലിച്ചാൽ നിന്റെ മനസ്സ് ശാന്തമാകും. നിന്റെ ചിന്തകളും ആശങ്കകളും ഇല്ലാതാകും. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, താങ്കൾ പറയുന്നത് എന്തും ഞാൻ ചെയ്യും. എന്റെ മനസ്സ് ശാന്തമാക്കാൻ ഒരു പരിഹാരം പറഞ്ഞാൽ മതി. പ്രശ്നം പരിഹരിക്കുന്നതിന് പകരം അതിനെ ഭയന്ന് ഓടിപ്പോകുന്നതാണ് നീ ഉപേക്ഷിക്കേണ്ട ആദ്യത്തെ ശീലം. പ്രശ്നം നിന്റേതാണ്, മനസ്സും നിന്റേതാണ്. അത് നീ മനസ്സിലാക്കണം. അതിനാൽ നീ പ്രശ്നങ്ങൾ പരിഹരിക്കണം. മറ്റാർക്കും നമ്മുടെ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല. പക്ഷെ അത് നമുക്ക് മനസ്സിലാകുന്നില്ല. നമ്മൾ പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്നതിന് പകരം ഓടുകയാണ്. പ്രശ്നങ്ങൾ എല്ലായിടത്തുമുണ്ട്. അതിനാൽ അവയിൽ നിന്നും ഓടിപ്പോകാൻ കഴിയില്ല. പ്രശ്നങ്ങളിൽ നിന്ന് ഓടിപ്പോകരുത്. അവയെ അഭിമുഖീകരിക്കുക. പിന്മാറാതെ അവയിൽ നിന്നും പഠിക്കുക. പ്രശ്നങ്ങളാണ് മനുഷ്യ ജീവിതത്തിലെ വിജയത്തിന്റെ ആദ്യ താക്കോൽ. നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ അവ പരിഹരിക്കാനുള്ള പുതിയ വഴികൾ നമ്മൾ കണ്ടെത്തുകയില്ല. നമ്മൾ പുതിയ വഴികൾ കണ്ടെത്താത്തപ്പോൾ നാം പുതിയതൊന്നും പഠിക്കുന്നില്ല. നമുക്ക് പുതിയതൊന്നും പഠിക്കാൻ കഴിയാത്തപ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റവും വരുന്നില്ല. നീ ഉപേക്ഷിക്കേണ്ട രണ്ടാമത്തെ ശീലം നിന്നെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നതാണ്. താരതമ്യശീലം നിന്റെ ആശ്വാസവും ആത്മവിശ്വാസവും സമാധാനവും കവർന്നെടുക്കും. മറ്റൊരാളുമായി നമ്മൾ സ്വയം താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ ആത്മവിശ്വാസം കുറയുന്നു. നമ്മൾ സ്വയം ഇല്ലാതെയാകാൻ തുടങ്ങും. നമുക്ക് വളരെ അപകർഷത അനുഭവപ്പെടും. ആത്മവിശ്വാസം, നിയന്ത്രണം, സമാധാനം എന്നിവയെല്ലാം മങ്ങിത്തുടങ്ങും. ഇതിന്റെ ഫലമായി മാനസിക വളർച്ച തടസ്സപ്പെടുന്നു. സമാധാനം തകരാറിലാകുന്നു. ഓരോ വ്യക്തിയുടെയും ജീവിതപാത വ്യത്യസ്തമാണ്. ഓരോരുത്തരുടെയും ജീവിത രീതിയും അറിവും വിധിയും വ്യത്യസ്തമാണ്. പിന്നെ എന്തിനാണ് നമ്മെ മറ്റൊരാളുമായി താരതമ്യം ചെയ്യുന്നത്? മനസമാധാനം നിലനിർത്താനും സന്തോഷത്തോടെ ജീവിക്കാനുമുള്ള മറ്റൊരു മാർഗം മറ്റുള്ളവരുമായി സ്വയം താരതമ്യം ചെയ്യുന്നത് നിർത്തുക എന്നതാണ്. നീ ഉപേക്ഷിക്കേണ്ട മൂന്നാമത്തെ ശീലം മറ്റുള്ളവരോട് അസൂയപ്പെടുക എന്നതാണ്. മനുഷ്യരുടെ ഏറ്റവും മോശം ശീലങ്ങളിൽ ഒന്നാണ് അസൂയ. ചിലർ സ്വന്തം ദുരിതത്തിൽ ദുഃഖിക്കുന്നതിനേക്കാളും മറ്റുള്ളവരുടെ സന്തോഷത്തിൽ ദുഃഖിക്കുന്നു. നിനക്ക് ഈ ശീലമുണ്ടെങ്കിൽ നീ അത് ഉപേക്ഷിക്കണം. അല്ലാത്ത പക്ഷം അത് നിന്റെ ജീവിതം നശിപ്പിക്കും. ഈ ആളുകൾക്കൊരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല. മറ്റുള്ളവരുടെ വിജയത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് എങ്ങനെ സ്വയം മുന്നോട്ട് പോകാമെന്ന് ചിന്തിക്കുന്നതിന് പകരം അവരെ എങ്ങനെ പിന്നോട്ട് വലിക്കാമെന്ന് അവർ എപ്പോഴും ചിന്തിക്കുന്നു. വേണമെങ്കിൽ അവരുടെ സ്ഥാനത്തിൽ നിന്ന് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. പക്ഷേ അവരെ എങ്ങനെ പിന്നോട്ട് വലിച്ചിടാമെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. നിന്റെ സ്വന്തം ലക്ഷ്യത്തിലെത്താൻ നീ സമയം ഉപയോഗിക്കുക. ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നതിൽ നിന്ന് ആളുകളെ തടയുന്ന നാലാമത്തെ ശീലം ഒരു ലക്ഷ്യമില്ലാത്തതാണ്. നമ്മളൊരു ലക്ഷ്യം വെക്കുകയും അതിലെത്താൻ കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യുമ്പോൾ മാത്രമേ ജീവിതത്തിൽ വിജയമുണ്ടാകൂ. നമ്മൾ എവിടെ എത്തണമെന്ന് നമ്മൾ തീരുമാനിക്കണം. ആളുകൾ ആസ്വാദനത്തിനായി ധാരാളം സമയം പാഴാക്കുന്നു. എന്നാൽ സമയം പാഴായി പോകുന്നത് നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കും. അതിനാൽ ഒരു ലക്ഷ്യം വെക്കുക. അത് നേടാൻ കഠിനമായി പരിശ്രമിക്കുക. അതാണ് വിജയത്തിന്റെ തത്വം. അതാണ് നമ്മുടെ മനസ്സിന് ശാന്തതയും സന്തോഷവും നൽകുക. സമയം വെറുതെ കടന്നുപോകാൻ വേണ്ടി മാത്രം ജീവിക്കുന്നവരുണ്ട്. ലക്ഷ്യബോധത്തോടെ ജീവിക്കുന്നവരുമുണ്ട്. അവർ ചെയ്യേണ്ടത് കൃത്യമായി ചെയ്യുന്നു. ലക്ഷ്യമില്ലെങ്കിൽ പരാജയമുണ്ടാകും. വിജയിച്ച ഒരാൾക്ക് എപ്പോഴും എന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടാകും. ലക്ഷ്യമില്ലാതെ ജീവിക്കുക എന്ന ദുശീലം നീയും ഉപേക്ഷിക്കണം. ആദ്യം ഒരു ലക്ഷ്യം വെക്കുക. എന്നിട്ട് അതിലെത്താൻ വേണ്ടതെല്ലാം ചെയ്യുക. നിന്റെ ലക്ഷ്യത്തിലേക്ക് നീങ്ങുക. സെൻഗുരു യുവാവിനോട് പറഞ്ഞു, നീ ഉപേക്ഷിക്കേണ്ട അഞ്ചാമത്തെ ശീലം നിന്റെ ശാരീരിക ആരോഗ്യത്തെ അവഗണിക്കുന്നു എന്നതാണ്. നീ എല്ലായ്പ്പോഴും ഒരു രോഗിയാണെങ്കിൽ നീ എങ്ങനെ സജീവമായിരിക്കും? നീ ആരോഗ്യവാനാണെങ്കിൽ കൂടുതൽ ജോലി ചെയ്യും. കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കും. അതേ ഗുരുദേവ, യുവാവ് പറഞ്ഞു.
അപ്പോൾ ചോദ്യം ഇതാണ്, നമുക്കെങ്ങനെ ആരോഗ്യത്തോടെ ഇരിക്കാനാകും? അതിനായി എല്ലായ്പ്പോഴും നാം സ്വയം ശ്രദ്ധിക്കണം. നല്ല ശാരീരിക ശീലങ്ങൾ വളർത്തിയെടുക്കണം. നീ കേട്ടിട്ടുണ്ടാകും, കഠിനാധ്വാനിയായ ഒരു മനുഷ്യന്റെ വിജയത്തിലേക്കുള്ള വഴി ഒരിക്കലും നിർഭാഗ്യത്താൽ തടയപ്പെടുന്നില്ല. ഒരു ദിവസം അവൻ വിജയിക്കും. ഒരു മടിയൻ തന്റെ ജീവിതത്തിന്റെ ഭൂരിഭാഗവും ഒന്നും ചെയ്യാതെ ചെലവഴിക്കുന്നു. നല്ല രീതിയിൽ ഉപയോഗിക്കേണ്ട സമയം വെറുതെ പാഴാക്കുന്നു. അപ്പോൾ എങ്ങനെ വിജയം അവനിലേക്ക് വരും? അലസതയുടെ ശീലം ഒരിക്കലും നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ നമ്മെ അനുവദിക്കില്ല. അതിനാൽ ഇന്നു മുതൽ നിന്റെ ലക്ഷ്യം സജ്ജമാക്കി അതിലേക്ക് നീങ്ങുക. ഇതിനർത്ഥം നീ എല്ലാം ഒരു ദിവസം കൊണ്ട് ചെയ്യണമെന്നല്ല. പടിപടിയായി നിന്റെ ലക്ഷ്യത്തിനായി മുന്നോട്ട് പോകുക. എപ്പോഴും ക്രിയാത്മകമായ ചിന്തകൾ മനസ്സിൽ സൂക്ഷിക്കുക. ഈ 5 ശീലങ്ങൾ ഉപേക്ഷിക്കുക. നിന്റെ ജീവിതത്തിൽ നിനക്ക് സമാധാനം ലഭിക്കും. യുവാവ് അദ്ദേഹത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി. സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതം നമ്മുടെ ശീലങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. നല്ല ശീലങ്ങൾ നമ്മെ വിജയിപ്പിക്കുന്നു, മോശം ശീലങ്ങൾ നമ്മെ പരാജയപ്പെടുത്തുന്നു. ദുഷ്കർമ്മങ്ങൾ ദോഷഫലങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ ദുശീലങ്ങളും ദോഷഫലങ്ങൾ തരുന്നു. മോശം ശീലങ്ങൾ ഉപേക്ഷിക്കുന്നത് നിങ്ങളുടെ വിജയസാധ്യത ഇരട്ടിയാക്കുന്നു. അതുകൊണ്ട് നമുക്ക് ദുശീലങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് ജീവിതത്തിന്റെ പാതയിൽ മുന്നേറാം. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ കൂട്ടുകാർക്കും പരിചയക്കാർക്കും ഷെയർ ചെയ്യുക.